ഡോളി എന്ന ചെമ്മരിയാടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചരിത്രത്തിൽ മനുഷ്യൻ ആദ്യമായി ക്ലോൺ ചെയ്ത് ഉണ്ടാക്കിയ സസ്തനിയുടെ പേരാണ് ഡോളി. 1996 ബ്രിട്ടീഷ് എംബ്രിയോളജിസ്റ്റായ ഇയാൻ വിൽമുട്ടും സഹപ്രവർത്തകരും ചേർന്നാണ് ഡോളിയെ സൃഷ്ടിച്ചെടുത്തത്. ക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ തരം ജനിതക ഘടനയുള്ള കോശങ്ങളെയും ജീവികളെയും ക്ലോൺസ് എന്ന് വിളിക്കുന്നു. ജനിതക ഘടന ഒരുപോലെ ആയതുകൊണ്ട് അവരെ കാണാനും ഒരുപോലെ ഉണ്ടാകും. ഇയാൻ വിൽമുട്ടും സംഘവും എങ്ങനെയാണ് ഡോളിയെ ഉണ്ടാക്കിയെടുത്തത്? ആ എക്സ്പെരിമെൻ്റ് രസകരമാണ്. അതിങ്ങനെയാണ്. സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ട്രെയിൻ എന്ന ഇനത്തിൽപ്പെടുന്ന ബ്രിട്ടീഷ് ചെമ്മരിയാടിൻ്റെ ഊസൈറ്റ് അഥവാ അണ്ഡകോശത്തിൽ നിന്നും ജനിതക പദാർത്ഥം അടങ്ങിയിരിക്കുന്ന ന്യൂക്ലിയസ് എടുത്തുമാറ്റുന്നു. എന്യൂക്ലിയേഷൻ എന്നാണ് ഈ പ്രക്രിയയെ വിളിക്കുക. ന്യൂക്ലിയസ് ഇല്ലാത്ത ഈ ഊസൈറ്റിലേക്ക് ഫിൻ ഡോർസെറ്റ് സ്ട്രെയിൻ എന്ന ഇനം ചെമ്മരിയാടിൻ്റെ അഡർ സെൽസ് അഥവാ അകിടിലെ കോശങ്ങളുടെ ന്യൂക്ലിയസ് സംയോജിപ്പിക്കുന്നു. പുതുതായി ഉണ്ടായ ഈ അണ്ഡത്തിൽ നിന്നും ഭ്രൂണം അഥവാ എംബ്രിയോ വളർത്തിയെടുത്തു. ഈ എംബ്രിയോയെ 7 ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ആടിൻ്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. ആ എംബ്രിയോ പതിയെ അവിടെ ഇരുന്ന് വളർന്നു. ഒരാട്ടിൻകുട്ടിയായി പ്രസവത്തിലൂടെ പുറത്തുവന്നു. പുതുതായി ഉണ്ടായ ആട്ടിൻകുട്ടിക്ക് ഡോളി എന്നവർ പേരിട്ടു. ഡോളി ജനിക്കുന്നത് 1996 ജൂലൈ 5-നാണ്. ഏത് ആടിൻ്റെ അകിടിലെ സെല്ലിൽ നിന്നാണോ ന്യൂക്ലിയസ് എടുത്തത് ആ ആടിൻ്റെ രൂപമായിരുന്നു ഡോളിക്കും. കോപ്പി പേസ്റ്റ് പോലെ. സാധാരണ അണ്ഡവും ബീജവും ഫെർട്ടിലൈസേഷൻ വഴി സംയോജിച്ച് സൈഗോട്ടുണ്ടായി തുടർന്ന് അത് ഭ്രൂണമായി ഒരു ജീവി ഉണ്ടാകുന്നത് പോലെ അല്ല ഡോളിയുടെ ജനനം. ഇവിടെ ഡോളിയെ ഉണ്ടാക്കിയെടുത്തത് ശരീരത്തിലെ സാധാരണ സൊമാറ്റിക് കോശങ്ങളിൽ നിന്ന് ആണ്. നമ്മുടെ ത്വക്കിലെയും മറ്റ് ശരീരഭാഗങ്ങളിലെയും സാധാരണ കോശങ്ങളെയാണ് സൊമാറ്റിക് കോശങ്ങൾ അഥവാ സൊമാറ്റിക് സെൽസ് എന്ന് വിളിക്കുക. മനുഷ്യരുടെ അണ്ഡബീജ കോശങ്ങളിൽ 23 ക്രോമസോമുകൾ വീതമാണ് ഉള്ളത്. എന്നാൽ സൊമാറ്റിക് സെല്ലിലാകട്ടെ 46 ക്രോമസോമുകളും ഉണ്ടാകും. ഡോളിക്ക് ശേഷം ഗിനിപിഗ് അഥവാ ഗിനിപ്പന്നി, എലികൾ, നായ, പൂച്ച, കുതിര, പശു, മുയൽ, കഴുത എന്നീ ജീവികളിലും ക്ലോണിംഗ് വിജയകരമായി പരീക്ഷിക്കപ്പെട്ടു. 2003 ഫെബ്രുവരി 14 ഏകദേശം 6 വയസ്സുള്ളപ്പോഴാണ് ഡോളി മരിക്കുന്നത്. വൈറസ് ഇൻഫെക്ഷനെ തുടർന്നുണ്ടായ ലങ് ക്യാൻസറാണ് ഡോളിയുടെ മരണത്തിന് കാരണമായത്. UK-യിലെ എഡിൻബർഗിലുള്ള മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡിൽ ഡോളിയുടെ ശരീരം സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ലോകത്താദ്യമായി ക്ലോൺ ചെയ്ത് ഉണ്ടാക്കപ്പെട്ട ഉഭയജീവി അല്ലെങ്കിൽ ആംഫീബിയൻ ഒരു തവളയാണ്. 1958 സർ ജോൺ ഗർഡനാണ് ഈ ക്ലോണിംഗ് ചെയ്തത്. ലോകത്താദ്യമായി ക്ലോൺ ചെയ്ത് ഉണ്ടാക്കപ്പെട്ട നായയുടെ പേരാണ് സ്നൂപ്പി. 2015 മെയ്യിൽ 10 വയസ്സുള്ളപ്പോൾ ഡോളിയെ പോലെ ക്യാൻസർ ബാധിച്ചായിരുന്നു സ്നൂപ്പിയുടെയും മരണം.